നമസ്കാരം. BSG's അക്കൗണ്ടിങ് സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 15ാമത്തെ സെഷനാണ്. അപ്പോൾ ഇന്നത്തെ സെഷനിൽ ബാങ്കുകളുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബാങ്ക്സ് ആണ് വിഷയം. അതായത് ഈ സ്ട്രക്ചർ, ഫങ്ഷൻ, പ്രവർത്തന മേഖല, രൂപീകരണം ഇവയെല്ലാം അടിസ്ഥാനമാക്കിയിട്ട് ബാങ്കുകളെ നമുക്ക് 6 തരംതിരിക്കാം. ഒന്നാമത്തേത് കൊമേഴ്സ്യൽ ബാങ്ക്സ്, രണ്ടാമത്തെ കോഓപ്പറേറ്റീവ് ബാങ്ക്സ്, 3 റീജിയണൽ റൂറൽ ബാങ്ക്സ്, 4 സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്, 5 പേയ്മെൻറ്റ് ബാങ്ക്സ്, 6 ഇവയെല്ലാം നിയന്ത്രിക്കുന്ന സെൻട്രൽ ബാങ്ക്. ഇങ്ങനെ 6 തരത്തിലാണ് നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കുകയാണെങ്കിൽ ബാങ്കുകൾ കാണപ്പെടുക. അതിൽ ആദ്യത്തേതാണ് ഫിനാൻഷ്യൽ സെക്ടറിൽ വളരെ കരുത്തോടെ അല്ലെങ്കിൽ വളരെ പ്രാധാന്യത്തോടെ നിൽക്കുന്ന കൊമേഴ്സ്യൽ ബാങ്കുകൾ. അപ്പോൾ നമ്മുടെ രാജ്യത്ത് സാധാരണ ആൾക്കാർക്ക് എത്തിപ്പെടാൻ പറ്റിയ ബാങ്കുകളാണ് ഇവ. ഇൻഡിവിജ്വൽസിനായാലും ശരി, ബിസിനസ്സിനായാലും ശരി, ഫണ്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണിവ. ഇപ്പോൾ സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഡെപ്പോസിറ്റ് പല അക്കൗണ്ടുകളുടെ രൂപത്തിൽ, അതായത് സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട്, ഡെപ്പോസിറ്റുകൾ, ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ്, ഇങ്ങനെ പല രൂപത്തിൽ സ്വീകരിച്ചുകൊണ്ട് അവയെ ലെൻഡ് ചെയ്തുകൊണ്ട് പ്രവർത്തന മേഖലയിൽ വിജയിച്ച് അല്ലെങ്കിൽ ലാഭം ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ബാങ്കുകളാണ് ഈ കൊമേഴ്സ്യൽ ബാങ്കുകളെന്ന് നമുക്ക് പറയാം. ഈ കൊമേഴ്സ്യൽ ബാങ്കുകളെ വീണ്ടും ഫർദറായിട്ട് ക്ലാസിഫൈ ചെയ്താൽ നമുക്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെന്നും പബ്ലിക് സെക്ടർ ബാങ്കുകളെന്നും ഫോറിൻ സെക്ടറിലും അതുപോലെ തന്നെ റീജിയണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകളെന്നും വിഭജിക്കാം. പ്രധാനപ്പെട്ട എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SBI എന്ന് പറയുന്നത് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്ക്, SBI, കാനറ ബാങ്ക്, അതുപോലെ പ്രൈവറ്റ് സെക്ടറിൽ HDFC ബാങ്ക്, ആക്സിസ് ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഇവയെല്ലാം തന്നെ ബാങ്ക് ഓഫ് ബറോഡ, ഇവയെല്ലാം കൊമേഴ്സ്യൽ ബാങ്കിന് ഉദാഹരണമാണ്. നാഷണലൈസ്ഡ് ബാങ്കുകളെല്ലാം പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് ഉദാഹരണവും, ബാക്കി പ്രൈവറ്റ് ബാങ്കുകളെല്ലാം നമ്മൾ പറയുന്ന ആക്സിസ് ബാങ്ക്, അതെല്ലാം പ്രൈവറ്റ് ബാങ്ക്, ICICI ബാങ്ക്, HDFC, ഇതെല്ലാം പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾക്കും ഉദാഹരണമാണ്. രണ്ടാമത്തെ ബാങ്ക് ക്ലാസിഫിക്കേഷനാണ് കോഓപ്പറേറ്റീവ് ബാങ്ക്സ്. ആ പേരിൽ തന്നെ അറിയാം, കോഓപ്പറേഷൻ, സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ. 1912 കോഓപ്പറേറ്റീവ് ആക്ട് അനുസരിച്ച് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ ഫണ്ടും ബാങ്കിങ് സർവീസും ചെയ്തുകൊണ്ടിരിക്കുന്ന ബാങ്കുകളാണ് ഈ കോഓപ്പറേറ്റീവ് ബാങ്കുകൾ. ഇവിടെ പ്രിൻസിപ്പിൾ തന്നെ നോ പ്രോഫിറ്റ് നോ ലോസ് എന്നാണ്. പ്രധാന പ്രവർത്തന മേഖല റൂറൽ ഏരിയയിലാണ്. അവിടെയുള്ള കോഓപ്പറേറ്റീവ് ബേസിൽ കുറച്ച് ജനങ്ങൾക്ക്, ഒരു ഏരിയയിലുള്ള ജനങ്ങൾക്ക് ബെനിഫിറ്റ്, ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ വേണ്ടി രൂപീകരിച്ചിട്ടുള്ളവയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ആൾക്കാർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മെമ്പേഴ്സിന് കുറച്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ബാങ്കിങ് സർവീസ് തന്നെയാണ്. പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മണി ലെൻഡേഴ്സിൻ്റെ എക്സോർബിറ്റൻ റേറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് സാധാരണക്കാരന് സർവീസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്കറിയാം, നമ്മുടെ ഏരിയയിൽ ചിട്ടി ഒക്കെ നടത്തിക്കൊണ്ട് ബാങ്കുകൾ പ്രവർത്തിക്കുന്നുണ്ട് കോഓപ്പറേഷൻ ബേസിൽ. അപ്പോൾ എല്ലാം കോഓപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക്, പഞ്ചാബ് സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഭാരത് കോഓപ്പറേറ്റീവ് ബാങ്ക്, ഇവയെല്ലാം കോഓപ്പറേറ്റീവ് ബാങ്ക്സിന് എക്സാമ്പിൾസ് ആണ്. മൂന്നാമതായിട്ട് ഗവൺമെൻറ്റിൻ്റെ ഓണർഷിപ്പിലും റൂറൽ ഏരിയാസിലും ബാങ്കിങ് സർവീസ് നടത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന RRBS അല്ലെങ്കിൽ റീജിയണൽ റൂറൽ ബാങ്ക്സ്. ഇവയെ വേറൊരു പേരിലും കൂടെ അറിയപ്പെടും, ഗ്രാമീൺ ബാങ്ക്സ് എന്ന്. എന്ന് വെച്ചാൽ ഗ്രാമീൺ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വില്ലേജ് എന്നാണ്. അപ്പോൾ വില്ലേജിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള ബാങ്കുകളാണിവ. കൊമേഴ്സ്യൽ ബാങ്കുകൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ബാങ്കിങ് സർവീസുകളും ഇവ ചെയ്യുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ, സെൻട്രൽ ഗവൺമെൻറ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഇവ പ്രവർത്തിക്കുക. അവരവരുടെ ലോക്കൽ ഏരിയകളിൽ പ്രവർത്തിച്ചുകൊണ്ട് പ്രാഥമിക ലെൻഡിങ് നടത്തുന്ന ഈ ബാങ്കുകൾ സാധാരണ ജനങ്ങൾക്ക് ഒരുപാട് പ്രയോജനങ്ങൾ ചെയ്യുന്നവയാണ്. ഉദാഹരണം പറഞ്ഞാൽ പ്രഥമ UP ഗ്രാമീൺ ബാങ്ക്, ആന്ധ്രാപ്രദേശ് ഗ്രാമീൺ വികാസ് ബാങ്ക്,
ഒഡീഷ ഗ്രാമ്യ ബാങ്ക്, കേരള ഗ്രാമീൺ ബാങ്ക്, സൗത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക് ഇവയെല്ലാം ഇതിന് ഉദാഹരണമാണ്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനിൽ വന്നത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റർ 3B and C ആൻഡ് ചാപ്റ്റർ 5 ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 അനുസരിച്ച് അൺസെർവ്ഡും അണ്ടർ സെർവ്ഡുമായ ഏരിയകളിൽ ബേസിക് ബാങ്കിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ്. ഇവയെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് നോൺ ബാങ്കിങ് സൂപ്പർവിഷനാണ്, അതായത് DNBs ആണ്. 2014-2015 യൂണിയൻ ബഡ്ജറ്റിലാണ് ഇങ്ങനെ ഒരാശയം ആദ്യമായി അവതരിപ്പിച്ചത്. അങ്ങനെ 10 സ്ഥാപനങ്ങൾക്ക് ആദ്യം ലൈസൻസ് നൽകിക്കൊണ്ട് 2014 നവംബർ 24 സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനങ്ങളാണിവ. അങ്ങനെ അൺബാങ്ക്ഡ് ആൻഡ് അണ്ടർ ബാങ്ക്ഡ് റീജിയൻസിൽ, അതായത് റൂറൽ ഏരിയാസിൽ ബാങ്കിങ് സർവീസ് നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ച ബാങ്കുകൾ ഇന്നും വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AU സ്മോൾ ഫിനാൻസ് ബാങ്ക്, ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്, നമ്മുടെ കേരളത്തിലുള്ള ഇസ സ്മോൾ ഫിനാൻഷ്യൽ ബാങ്ക്, അതായത് ഇവാഞ്ചലിക്കൽ സോഷ്യൽ ആക്ഷൻ ഫോറമാണ് ഇസാഫായി മാറിയത്. ഇവയെല്ലാം ഈ പറയുന്ന സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. അടുത്ത ഡിവിഷൻ വരുന്നത് രാജ്യത്തിലെ ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് 2014 കടന്നു വന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് പേയ്മെൻറ്റ് ബാങ്കുകൾ എന്ന് പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ അൺബാങ്ക്ഡ് ആൻഡ് അണ്ടർ ബാങ്ക്ഡ് ഏരിയകളിൽ ബേസിക് ബാങ്കിങ് ഫങ്ഷൻസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചവയാണ് ഇവ. ഉദാഹരണം നമ്മൾ പറയുകയാണെങ്കിൽ എയർടെൽ പേയ്മെൻറ്റ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ഭാരതി എയർടെൽ ലിമിറ്റഡ് ആൻഡ് ഹെഡ് ക്വാർട്ടേഴ്സ്ഡ് അറ്റ് ന്യൂഡൽഹി. അതുപോലെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക്, അറിയാം അതിൻ്റെ പേരിൽ തന്നെ, എസ്റ്റാബ്ലിഷ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ആൻഡ് ഹെഡ് ക്വാർട്ടേർഡ് ഇൻ ന്യൂഡൽഹി. ജിയോ പേയ്മെൻറ്റ് ബാങ്ക്, പേടിഎം പേയ്മെൻറ്റ് ബാങ്ക്, ഇതെല്ലാം ഈ പറയുന്ന പോലെ പേയ്മെൻറ്റ് ബാങ്കുകൾക്ക് ഉദാഹരണമാണ്. മറ്റ് ബാങ്കുകളെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ളൊരു പ്രത്യേകത, ഇവ സേവിങ് ബാങ്ക് അക്കൗണ്ടും അതുപോലെ കറണ്ട് അക്കൗണ്ട്സും മൊബൈൽ ബാങ്കിങ്ങും ഡെബിറ്റ് കാർഡ് ഇവയെല്ലാം സർവീസ് ചെയ്യാം. പക്ഷേ ഇവയ്ക്ക് ലോണോ ക്രെഡിറ്റ് കാർഡുകളോ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമില്ല. അതുപോലെ തന്നെ ഇവയെല്ലാം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു ക്യാഷ് റിസർവ്, ഒരു പെർസെൻറ്റേജ് ഓഫ് അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ക്യാഷ് റിസർവ് കീപ്പ് ചെയ്യണം. അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് വേണം ഇവ പ്രവർത്തിക്കാൻ. അവസാനത്തെ ക്ലാസിഫിക്കേഷനാണ് ഇവയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന സെൻട്രൽ ബാങ്ക്. A central bank is a public institution that is responsible for implementing monetary policy, managing the currency of a country and controlling the money supply എന്നുമാണ് ഈ സെൻട്രൽ ബാങ്ക്. നമ്മുടെ രാജ്യത്തെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത് RBI ആണ്, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെൻട്രൽ ബാങ്ക്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് April 1, 1935 അന്നത്തെ ബേസ്ഡ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദി ഹിൽട്ടൺ യങ് കമ്മീഷൻ്റെ ഈ പറയുന്ന റെക്കമെൻഡേഷൻ ബേസ് ചെയ്തിട്ടാണ് RBI ഫോം ചെയ്തത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഇത് നിയന്ത്രിക്കുന്നത്. RBI മറ്റുള്ള ബാങ്കുകളുടെ എല്ലാം, അതായത് റെസ്പോൺസിബിലിറ്റീസ് പറയുകയാണെങ്കിൽ റെഗുലേറ്റിംഗ് ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റം, മൊത്തം ബാങ്കിങ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. അതുപോലെ കൺട്രോളിങ്, ഇഷ്യൂയിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ദ സപ്ലൈ ഓഫ് ഇന്ത്യൻ റുപ്പി, നമ്മുടെ രാജ്യത്തിൻ്റെ റുപ്പി, ഇന്ത്യൻ റുപ്പിയെ മെയിൻറ്റെയിൻ ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. അതുപോലെ തന്നെ റെഗുലേറ്റിംഗ് ദ ഇഷ്യൂ ഓഫ് ബാങ്ക് നോട്ട്സ് ആൻഡ് കീപ്പിംഗ് ഓഫ് റിസർവ്സ്. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നോട്ട് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ള, പ്രിൻ്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യാൻ അധികാരമുള്ള ഒരേ ഒരു ബാങ്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1 രൂപയും കോയിൻസും ഒഴിച്ച് ബാക്കി എല്ലാ നോട്ടുകളും പ്രിൻ്റ് ചെയ്ത് ഇഷ്യൂ ചെയ്യുന്ന ബാങ്കാണ്. 1 രൂപ നോട്ടും കോയിൻസും ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് നേരിട്ടാണ്.
അപ്പോൾ അങ്ങനെ RBIയുടെ പ്രവർത്തന മേഖല മറ്റുള്ള ബാങ്കുകളെ നിയന്ത്രിക്കുകയാണ്. ഫങ്ഷൻസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി ഒരു വീഡിയോ ഉണ്ടാവും. ഇപ്പോഴത്തെ കറണ്ട് ഗവർണർ, RBIയുടെ കറണ്ട് ഗവർണർ എന്ന് പറയുന്നത് സഞ്ജയ് മൽഹോത്രയാണ്. ഇങ്ങനെയാണ് 6 തരത്തിലുള്ള നമ്മുടെ ചുറ്റും പ്രവർത്തിക്കുന്ന ബാങ്കുകൾ. ഇവയെല്ലാം 6ാമത്തെ ബാങ്കാണ്. ബാക്കിയുള്ള 5 ബാങ്കുകളെയും അവരുടെ ആ രീതി അനുസരിച്ചും പ്രവർത്തന മേഖല അനുസരിച്ച് നിയന്ത്രിക്കുന്നത് 6ാമത്തെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ RBI ആണ്. അപ്പോൾ ഇങ്ങനെ ബാങ്കുകളുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. അതുപോലെ തന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കണം, ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അതുപോലെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇനി പറയുന്നത് നമ്മുടെ രാജ്യത്ത് 10 റാങ്കിൽപ്പെടുന്ന ലിസ്റ്റ് ഓഫ് ഫസ്റ്റ് 10 ബാങ്ക്സിനെ കുറിച്ചാണ്. അതിൽ ആദ്യമായിട്ട്, അതായത് ഏറ്റവും ഫ്രണ്ടിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ബാങ്ക് എന്ന് പറയുന്നത് HDFC. അത് പ്രൈവറ്റ് സെക്ടറിലാണ്. അത് ലാർജസ്റ്റ് പ്രൈവറ്റ് ബാങ്കാണ്. 1ാം സ്ഥാനത്ത് HDFC ആണ്. ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആണ് പിന്നീട് HDFC ബാങ്കായി മാറിയത്. 2ാമത്തെ ICICI. അതൊരു മൾട്ടിനാഷണൽ ഫിനാൻഷ്യൽ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവർ ഇൻഡസ്ട്രിയൽ ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ICICI ആയി മാറി ബാങ്ക്. 3ാമത്താണ് നമ്മുടെ നാഷണലൈസ്ഡ് ബാങ്കായ SBI, നമുക്ക് പരിചയമായിട്ടുള്ള. അതൊരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. SBI 3ാം സ്ഥാനത്താണ്. 4ാം സ്ഥാനത്ത് വീണ്ടും ഒരു പ്രൈവറ്റ് ബാങ്കാണ് ആക്സിസ് ബാങ്ക്. 5ാം സ്ഥാനത്ത് കൊട്ടക് മഹീന്ദ്ര ബാങ്കാണ്, അതും പ്രൈവറ്റ് ബാങ്കാണ്. 6ാം സ്ഥാനത്ത് ബാങ്ക് ഓഫ് ബറോഡ, നാഷണലൈസ്ഡ് ബാങ്കാണ്. 7ാം സ്ഥാനത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക് PNB, അതും നാഷണലൈസ്ഡ് ബാങ്ക് തന്നെയാണ്. കാനറ ബാങ്ക് 8ാം സ്ഥാനത്താണ്, അത് നാഷണലൈസ്ഡ് ബാങ്കാണ്. 9 ഇന്ത്യൻ ബാങ്ക്, നാഷണലൈസ്ഡ് ആണ്. അവസാനം 10ാം സ്ഥാനത്താണ് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ഗവൺമെൻറ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അത് സെൻട്രൽ ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള ബാങ്ക്. ഇങ്ങനെ ആദ്യത്തെ 10 ബാങ്കുകളുടെ ലിസ്റ്റാണ് ഈ പറഞ്ഞത്. അപ്പോൾ ബാങ്കുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഉള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.